ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ലൈബ്രറി മേഖലയിൽ ഓൾറെഡി നമ്മൾ 2 കോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, CLIS. ഓക്കെ, ഇതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസ്റ്റൻസ് കോഴ്സാണിത്. ഇതിൻ്റെ മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസമാണ്. മാക്സിമം വരുന്നത് 1 ഇയർ ആണ്. അത് കഴിഞ്ഞാൽ വാലിഡിറ്റി അവസാനിക്കുന്നതാണ്. ഇംഗ്ലീഷിൽ മാത്രമാണ് ഇത് പഠിക്കാൻ കഴിയുക. ഇതിൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റിൽ ഇൻഫർമേഷൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നാണ് കാണിക്കുക. ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുന്നത് ഇതൊരു ലൈബ്രറി മേഖലയിലേക്കുള്ള ഒരു എൻട്രി കോഴ്സാണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ലൈബ്രറി മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു മിനിമം ലെവൽ എൻട്രിയാണ് CLIS എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജസുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ ഹെൽപ്പർ, ഒരു ലൈബ്രറി ഹെൽപ്പർ ഡോക്യുമെൻറ്റേഷൻ പോലെയുള്ള തസ്തികകളിലേക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സാലറി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 8,000 മുതൽ ഒരു 18,000 വരെയൊക്കെയാണ്. എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അപ്രോക്സ് സാലറി ലഭിക്കാൻ പോകുന്നത് ഈ ഒരു കോഴ്സ് എടുത്ത് ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് 4 കോഴ്സുകളാണ് പഠിക്കാനുള്ളത്. അതായത് 4 സബ്ജക്റ്റുകൾ, കോഴ്സ് എന്നാണ് ഇഗ്നോയിൽ പറയുക. അപ്പോൾ 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ 3 തിയറി ഉണ്ടാവും, അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ടാവും. 1 പ്രാക്ടിക്കൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 മാത്രമാണ്. അതുപോലെ തന്നെ ഇത് ഫീ സ്ട്രക്ചർ പറഞ്ഞാൽ മുഴുവൻ കോഴ്സിന് വരുന്ന ഫീ 3,200 പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 700. അപ്പോൾ ടോട്ടൽ 3,900 രൂപയാണ് ഫീ വരുന്നത്. കണ്ടോളൂ, ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വെറും 4 സബ്ജക്റ്റുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. 3 പ്രാക്ടിക്കലാണ്, അതിൽ 1 മാത്രമേ തിയറി ഉള്ളൂ. അതുപോലെ നമുക്ക് കൊച്ചി റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ അല്ല. നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ട്രിവാൻഡ്രത്താണ്. സ്റ്റഡി സെൻറ്റർ നമുക്കിതിന് പ്രത്യേകം വേണം. കാരണം എന്താ വെച്ചാൽ ഇതിന് പ്രാക്ടിക്കൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതും എക്സാം എഴുതുന്നതും. അപ്പോൾ ഇത്രയും കോളേജസിലാണ് ട്രിവാൻഡ്രത്ത് ഉള്ളത്. അതുപോലെ തന്നെ വടകര റീജിയൻ സെൻറ്ററിൽ അണ്ടറിൽ വരുന്ന നിർമ്മലഗിരി കോളേജിൽ മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു കോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സ്റ്റഡി സെൻറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, രജിസ്ട്രേഷൻ ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യുക. താങ്ക്